ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങളീ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ പുതിയതായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ കാഴ്ച. വലിയ ആൾക്കാർക്ക് 40 രൂപയാണ് എൻട്രൻസ് ടിക്കറ്റ്, കുട്ടികൾക്ക് 25 രൂപ ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന കവാടത്തിനകത്തൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ചെന്നെത്തും. അവിടെ 200 രൂപയാണ് ഒരാൾക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുന്ന ഭാഗത്തുള്ള ഒരു ഫോട്ടോയാണ്, സ്റ്റിൽ. നമ്മൾ ആ ഒരു സ്റ്റിൽ ഫോട്ടോ വച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല. ഈ ബ്രിഡ്ജിൽ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം നടക്കാനായിട്ട്. കയറുന്ന സമയത്ത് വെള്ളം സ്പ്രേ, നിങ്ങൾ കണ്ടില്ലേ ആ ഒരു പുക പോലെ പോകുന്നത്, അത് വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മൾ നടക്കുമ്പോഴത്തേക്ക് അടിഭാഗമൊക്കെ നല്ല ക്ലിയറായിട്ട് വ്യക്തമായിട്ട് കാണും. തിരുവനന്തപുരത്ത് ഗ്ലാസ് ബ്രിഡ്ജ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ കന്യാകുമാരിയിലെ ഉള്ളെന്ന് തോന്നുന്നു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും വള്ളുവര പ്രതിമയ്ക്കും ഇടയ്ക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ. കയറി നിന്ന് കാണാൻ നല്ല വ്യൂ ആണ്. അതായത് കണ്ടോ, ഇത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു മ്യൂസിയമാണ് ഈ വിമാനത്തിനകത്ത് ഉള്ളത്. എയർഫോഴ്സ് മ്യൂസിയമാണ് അതിനകത്ത്. അതായത് അതിനകത്ത് ഈ വിമാനത്തിൻ്റെ ഭാഗങ്ങളും പഴയ ഉപയോഗിച്ച തോക്കുകളും അങ്ങനെ ഒത്തിരി ഇതുണ്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആളുണ്ട് അതിനകത്ത് വിമാനത്തിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. നമുക്ക് ബോട്ടിൽ, ഇതിൻ്റെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴെ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇത് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസിനോട് ചേർന്ന ഒരു പിരമിഡും, അതിൽ നിന്ന് താഴോട്ട് വെള്ളം നല്ല ഫ്ലോ ചെയ്ത് കാണാൻ നല്ല രസമാണ്. അതാണ് പിരമിഡ്. ഇത് ഈ ബ്രിഡ്ജിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. അതിൻ്റെ ഗ്ലാസ്സിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ ചുറ്റുപാടും കാണുന്നതാണ്. നല്ല കാഴ്ചയാണ്. ചുറ്റും ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെ കാണാം. ഇതിൻ്റെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഈ അറ്റത്ത് നമ്മൾ ഒന്ന് എടുക്കുന്നതാണ് എൻഡിങ് പോയിൻ്റ്. ഇത് ഗ്ലാസ്സിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴ്ഭാഗം കാണാൻ പറ്റുന്ന ഇച്ചിരി ഉയരത്തിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. പിന്നെ ഇത് കൂടാതെ ഉണ്ടായത് ഇത് കേബിളിൽ കൂടെ ഉള്ള യാത്രയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതേപോലെ സഞ്ചരിക്കാൻ പറ്റും. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാവർക്കും ഈ വെക്കേഷൻ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ഇതുകൂടാതെ റോപ്പിൽ കൂടെ സൈക്കിളിൽ യാത്രയുണ്ട്. വലിയ ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ ശംഖുമുദ്രയിൽ പതിപ്പിച്ച ചിഹ്നമൊക്കെ വച്ചിട്ടുണ്ട്. ഇത് നല്ല രസമാണ്. വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഈ പിരമിഡിൻ്റെ അടിയിൽ കൂടെ. ഇതുകൂടാതെ ഈ ബിൽഡിങ്ങിൻ്റെ വെളിയിൽ ഈ വിമാനത്തിൻ്റെ ഒരു ഇതൊക്കെ വച്ചിട്ടുണ്ട്. വിമാനത്തിൻ്റെ മോഡലാണ്.